ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ അധികം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരുടെയും മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ സ്റ്റഡി വ്ളോഗ് എടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അപ്പോൾ മഴ വരും, സൗണ്ട് പോവും, പിന്നെയും വരും, പിന്നെയും പോവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയി, ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഇരുന്ന് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇരുന്ന് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ, നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, കോൺടാക്റ്റ് നമ്പർ തരുമോ, കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഒരിക്കലും നമുക്ക് നമ്പർ തരാനായിട്ട് പറ്റില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ PSCയുടെ എഡ്യൂക്കേഷൻ പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. കാരണം ഞാനിവിടെ ഇടുന്ന ക്ലാസ്സുകളും എല്ലാം ഞാൻ അവിടെ ആദ്യം അതിൻ്റെ തമ്മിൽ നമ്മൾ അവിടെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാമാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ വന്നാൽ മതി. അപ്പോൾ ഞാൻ അതിലൂടെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. മെസ്സേജ് ഇട്ട ഉടനെ കിട്ടിയെന്ന് വരില്ല. ഞാനും പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സമയമുള്ളത് എന്നാണോ ആ സമയത്ത് ഞാൻ റിപ്ലൈ തരാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ, ഭയങ്കര മടിയാണ്. എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ 10th ലെവൽ എക്സാമിൻ്റെ സീരീസിൽ വന്നിട്ട് ഇപ്പോൾ 4-5ഓളം ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. NCERTയും SCERTയും പ്ലസ് സ്പെഷ്യൽ നോട്ട്സുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, കുറേ ദിവസമായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു മടിയൊന്നും എന്താണെന്ന് അറിയില്ല. പക്ഷേ മഴ ആയതുകൊണ്ടാണോ അതും അറിയില്ല. പിന്നെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരാത്തത് കൊണ്ടാണോ, പഠിക്കാനായിട്ട് നമുക്ക് 100% അങ്ങോട്ട് നമ്മുടെ 100% കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയും ഭയങ്കരമായിട്ട് ചുമ്മാ വെറുതെ ഇരിക്കാനായിട്ട് തോന്നുകയാണ്. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രം അതിന് മാത്രം കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം അത് നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പ്രോമിസാണ്, ഞാൻ പകുതിക്ക് ഇട്ട് പോവില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ 4-5 ക്ലാസ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ NCERT വായിച്ച് SCERT വായിച്ച് ഓരോ ചാപ്റ്റേഴ്സായിട്ട് നോക്കി അതിന്ന് ഈ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് അങ്ങനെ സ്ക്രീൻഷോട്ടാക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോമിസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പകുതിക്ക് വെച്ചിട്ടിട്ട് പോകാനായിട്ട് നടക്കില്ല. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മലമ്പുഴയാണ് കേട്ടോ, ഞാൻ പാലക്കാടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ജസ്റ്റ് ഒരു മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ചിലപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറേ ആയി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പുറത്ത് പോക്ക് അത്ര പെട്ടെന്ന് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പോയിട്ട് ഇപ്പോൾ പോകാൻ പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ. കവയിലൊക്കെ ഭയങ്കര രസമാണ് ഇപ്പോൾ കാണാൻ. അപ്പോൾ ശരി ഓക്കെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പോയത് എന്തായാലും ഗുണം ചെയ്തു. എനിക്ക് പോയി വന്നതിന് ശേഷം വലിയ പഠിക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഉത്സാഹമുണ്ട്. ഓക്കെ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി നമ്മൾ ഇടയ്ക്ക് എനിക്ക് പഠിക്കുന്ന ആളുകളോട് അത് തന്നെ പറയാനുള്ളത്, 24 മണിക്കൂറും റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നിട്ട് പഠിക്കാതിരിക്കുക, കുറച്ച് പുറത്തൊക്കെ ഇറങ്ങിയിരുന്ന് പഠിക്കുക. ഇടയ്ക്ക് നമ്മുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. നമ്മുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണും. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ പകുതി ദിവസവും എൻജോയ്മെൻറ്റ് ചെയ്യണമെന്നില്ല. ഒരു വൺസ് ഇൻ എ വീക്ക്, ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് പുറത്ത് പോകാനോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുക. നന്നായി ഉറങ്ങുക. പഠിക്കാമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ സ്ക്രീൻ ടൈം എത്രയാണെന്നുള്ളത് നമ്മൾ തന്നെ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മൊബൈലെല്ലാം മാറ്റി വെച്ചുള്ള പഠനമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് സമയം മൊബൈലിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പക്ഷേ എന്താണ്, അത് നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമോ നമ്മുടെ ഒരു കൺട്രോളിൽ നിർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ
ഓരോ സക്സസിൻ്റെ ആൾക്കാർ നമ്മുടെ നീറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചുമ്മാ കാണും കേട്ടോ. അതൊന്നും ഇൻസ്പിറേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി ഞാനത് കാണാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളും അല്ല. പക്ഷെ എന്നാൽ കൂടി ചില സമയങ്ങളിൽ രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ കാണുന്ന സമയത്ത് അതിലും കുറേ പേര് പറയുന്നുണ്ട് ഉറക്കത്തിന് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, 12 മണിക്കൂറൊക്കെ പഠിക്കും, പക്ഷേ ചിട്ടയായ പഠനം, കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ടുള്ള ടൈം ടേബിളും കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങും കൊണ്ടാണ് മിക്കവരും പഠിക്കുന്നത്. സോ അങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കറക്റ്റായിട്ട് എന്താ നമ്മുടെ ഹെൽത്തിനെ നശിപ്പിച്ചുകൊണ്ടുള്ള പഠനം നമുക്ക് വേണ്ട. പിന്നെ ഈ VFA ബെവ്കോ പോലെ എന്നെപ്പോലെ അതിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഓക്കെ, ASM ഞാൻ എന്തായാലും നോക്കുന്നില്ല കേട്ടോ. കാരണം അത് ഭയങ്കര നിയമനമാണെങ്കിലും ശരി, ഒഴിവുകളാണെങ്കിലും ശരി, എഴുതാതിരിക്കില്ല. പക്ഷേ നിയമനമാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് പുറകോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും നമ്മൾ അതിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അത് ഭയങ്കര ലാഗായിട്ട് ഇങ്ങനെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാകെ മെൻ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാൻ ASM ഞാൻ അങ്ങനെ നോക്കുന്നില്ല. എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് VFA, LD, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള LGS കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ തന്നെ പഠിക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ കുറേ ദിവസമായി നമ്മൾ ഈ ബുക്ക് എന്നുള്ള ആ ഒരു ഇതിൽ മാത്രം ഇരിക്കുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞാൽ ബുക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ബുക്ക്, ഫ്രണ്ടിലോട്ട് തിരിഞ്ഞാൽ ബുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്ന സമയത്ത് അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും പഴയ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പഠനം തുടങ്ങണം, അല്ലാതെ നടക്കില്ല. പഴയ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 മണിക്കൂറൊക്കെ ഇരുന്ന് തന്നെ പഠിക്കണം. ഇപ്പോൾ തുടങ്ങിയാലേ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ പഠിച്ച് തുടങ്ങുമ്പോഴായിരിക്കും എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ നമുക്കും ഹെൽത്ത് ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ പഠിച്ച് തുടങ്ങാൻ തന്നെ വിചാരിക്കുന്നത്. ഇതൊക്കെ അവയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് പോകാനായിട്ട്. പാലക്കാടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോവുക കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം പറയാനുണ്ടായിരുന്നു, പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ മെയിനായിട്ട്. അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ചുമ്മാ വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കരുത്. പുറത്ത് പോകാൻ പറ്റുന്ന അത്രയും പോവുക. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഫുൾ ടൈം ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ശരിയാക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കാരണം ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതും കൂടെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. കാരണം ഞാനും കൂടെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ PSC ബുള്ളറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രം ഒന്ന് എടുത്തിട്ട് അത് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വലിയ റേറ്റ് ഒന്നുമില്ല, 15 രൂപ എങ്ങാണ്ടുള്ളൂ. അപ്പോൾ 6 മാസത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് 150 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് വരുത്താം നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ PDF-കളുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് നോക്കിയാലും മതി. ഞാൻ PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ഇട്ടായിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മടി പിടിച്ച് എന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കാതെ ഇരിക്കുക. കറക്റ്റായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ പഠനം മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് നിറയെ സമയമുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓരോന്നിൻ്റെ ആഴത്തിലുള്ള പഠനം തന്നെ വേണം. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണെങ്കിലും ജസ്റ്റ് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ല ചോദിക്കുന്നത്. വളരെ ഇതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് നോക്കുക. എന്തായാലും ഇപ്പം നമുക്ക് എന്തായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് എന്തായാലും നമുക്ക്
കിട്ടാതിരിക്കില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. മാക്സിമം ക്ലാസ്സസ് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, നമ്മുടെ ടെലിഗ്രാം ആണെങ്കിലും ശരി, നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് ഫോളോ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിളിൽ കറക്റ്റായിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകാനായിട്ട് നമ്മൾ നോക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും പറ്റും. നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ആരെ കൊണ്ട് പറ്റാനാണ്? നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെയാണ് PSC നേടിയെടുക്കുന്നത്. എഴുതുന്നതും പഠിക്കുന്നതും എല്ലാം നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആ തോട്ട്സൊക്കെ മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകുക, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുക, എന്നിട്ട് പഠിക്കാനിരിക്കുക. ഓക്കെ. മുഴുവൻ സമയം ബുക്കിൻ്റെ മുകളിലിരിക്കാതെ നമ്മുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് കുറച്ചൊക്കെ കണ്ടെത്തുക. ഓക്കെ. ബ്രേക്ക് എടുത്ത് പഠിക്കുക. ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകളും കാര്യങ്ങളും ഇന്ന് രാവിലെ നമ്മൾ സ്പോർട്സിൻ്റെ കേട്ടോ, കായികം നമ്മൾ ഒരു 300ഓളം ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ പോലത്തെ മുഴുവൻ ചോദ്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. കാലത്തിട്ടിട്ടുണ്ട്. ഓക്കെ. നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. 2024 ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിലുണ്ട്. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇനി ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ക്ലാസ്സുകളൊക്കെ എല്ലാവരും നന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ. താങ്ക് യു.